നമുക്ക് പെട്ടെന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ? നല്ല എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. കുക്കർ വെച്ചു, അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞ് സ്പൈസസ് ഉണ്ടല്ലോ, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ ബേ ലീഫ്, പിന്നെ പട്ട ഇത്ര ഇട്ട് കൊടുത്തു. അത് പൊട്ടിയതിന് ശേഷം സവാള, ഒരു വലിയ സവാളയാണ്, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക് അതിട്ട് കൊടുത്തു. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വഴണ്ട് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് മസാലസേ ഉള്ളൂ കേട്ടോ ഇതിൽ. പിന്നെ ഒരു ചെറിയൊരു ടൊമാറ്റോയാണ്, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഈ സംഭവങ്ങളെല്ലാം ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ എല്ലായിടത്തും ആ മസാല ഉണ്ടാവണമല്ലോ, അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ തൈരും കൂടെ ഇതിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം അത് മൂടി വെച്ച് വിസിലില്ലാതെ ഒരു 5, 6, 10 മിനിറ്റിനകത്ത് അത് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചിക്കനൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളവും അതിലിങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബസ്മതി റൈസാണ് ഞാൻ എടുക്കുന്നത്. ബസ്മതി റൈസ് എടുത്ത് നേരത്തെ കുതിർത്തൊന്നും വെച്ചിട്ടില്ല. ഞാൻ സ്പോട്ടിലെടുത്ത് വാഷ് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കും. നേരത്തെ കുതിർത്തൊന്നും ഞാൻ വെക്കാറില്ല, അപ്പോൾ വെച്ചിട്ടില്ല ഞാൻ അങ്ങനെ. എന്നിട്ട് ഉപ്പുണ്ടാകുന്നതും കൂടെ നോക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്ത ബസ്മതി റൈസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ 1.25 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് നെല്ലിടം ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. 1.25 ഗ്ലാസ് അരിക്ക് ഏകദേശം ഒരു 2.25 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചുള്ളൂ. എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം അതിലുണ്ടല്ലോ, അപ്പോൾ അത് കണക്കാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ അത് ഉപ്പുണ്ടാകുന്ന നോക്കണം. പിന്നെ പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുത്തു. ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ലാസ്റ്റ് കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുത്തു. ഉപ്പുണ്ടാകുന്നതും കൂടെ നോക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ചിട്ട് 2 വിസിൽ മൂടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2 വിസിലിൽ, എന്നിട്ട് വിസിലൊക്കെ പോയതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഭയങ്കര ടേസ്റ്റാണിത്. നമുക്ക് പെട്ടെന്ന് മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന ദിവസമുണ്ടല്ലോ, നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വേറെ കറികളൊന്നും വേണ്ട. നിങ്ങൾ റൈസൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ മക്കൾക്കും ചേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. മോന് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല എളുപ്പമാണ്. സ്കൂളിൽ കൊടുത്തു വിടാനായാലും വേറെ കറികളൊന്നും വേണ്ട, കുട്ടികൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്